പരിശീലകനും ദ്രോണാചാര്യ പുരസ്കാര ജേതാവുമായ സണ്ണി തോമസ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ കോട്ടയം ഉഴവൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. ഒളിമ്പിക്സ് നേതാവ് അഭിനവ് ബിന്ദ്രയുടെ പരിശീലകനായിരുന്നു. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, അദ്ദേഹം അസുഖബാധിതനായിരുന്നോ? ഏത് തരത്തിൽ കൂടിയായിരിക്കും ഷൂട്ടിംഗ് പരിശീലകൻ സണ്ണി തോമസ് ഓർമ്മിക്കപ്പെടുക? ഇനി രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. വീട്ടിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. തൊട്ടടുത്ത് ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മരണം സംഭവിക്കുന്നു. ഹൃദയാഘാതമാണ് അദ്ദേഹത്തിന്റെ മരണകാരണം. 85 വയസ്സുണ്ടായിരുന്നു. ഉഴവൂരിലെ വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം കുറെ കാലമായി ഉണ്ടായിരുന്നത്. ഒളിമ്പിക്സ് രംഗത്തേക്ക്, ഇന്ത്യൻ കായിക രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായ തന്റെ ഇടം അടയാളപ്പെടുത്തിയ ഒരു താരം, ഒരു പരിശീലകനാണ് വിടവാങ്ങിയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഒളിമ്പിക് മെഡൽ അടക്കം നേടിക്കൊടുക്കുന്നതിൽ അതിനിർണായകമായ ചീഫ് കോച്ച് എന്ന നിലയിൽ തന്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് അഭിനവ് ബിന്ദ്ര അടക്കമുള്ള താരങ്ങൾക്ക് അതിശക്തമായ പരിശീലനത്തിലൂടെ അവർക്ക് മെഡൽ നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു താരം, ഒരു പരിശീലകനാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്നത്. 19 വർഷം അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ഈ ചീഫ് കോച്ചായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു വിവിധ ഒളിമ്പിക്സുകളിലായി പല സ്വർണവും വെള്ളിയും അടക്കമുള്ള പ്രധാനപ്പെട്ട മെഡലുകൾ നേടിയത് ഇദ്ദേഹത്തിന്റെ കാലയളവിലായിരുന്നു. 5 തവണ സംസ്ഥാന ചാമ്പ്യൻ അദ്ദേഹം ആയിട്ടുണ്ട്. 1976 ദേശീയ ചാമ്പ്യനുമായിരുന്നു അദ്ദേഹം. 2001 അദ്ദേഹത്തിന് രാജ്യം ദ്രോണാചാര്യ നൽകി ആദരിക്കുന്നത്. കോട്ടയം തിടനാട് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ജനനം അവിടെയായിരുന്നു. തേവര SH കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഉഴവൂർ സെന്റ് സ്റ്റീഫൻസിൽ ഇംഗ്ലീഷ് അധ്യാപകനായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു വിടവാങ്ങൽ. ഈ അദ്ദേഹത്തിന്റെ ഒപ്പം പരിശീലിച്ച ആളുകളെ സംബന്ധിച്ച് വളരെ പിതൃതുല്യനായ ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ വിലയിരുത്തിയൊക്കെ കാണുന്നത്. എന്തായാലും വലിയൊരു വിടവാങ്ങൽ ആണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലുണ്ട്, ഉഴവൂരിലെ വീട്ടിലുണ്ട്. വൈകാതെ മോർച്ചറിയിലേക്ക് മാറ്റും. കൊച്ചിയിലായിരിക്കും. മകൻ ഉൾപ്പെടെയുള്ളവർ കൊച്ചിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവരെത്തിയ ശേഷം കൊച്ചിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ. എന്താണ് കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.